everyone, it's me Rahul. Welcome to Rich Chat Talks. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ ലാസ്റ്റ് ഡേ? ആക്ച്വലി ഇന്നലെയും ഞാനൊരു മൂമെന്റ് ക്യാപ്ചർ ചെയ്തായിരുന്നു നിഫ്റ്റിയുടെ. ഏകദേശം ആ ഒരു ഹൈ, നമ്മുടെ ലാസ്റ്റ് ഉണ്ടാക്കിയ ഒരു ഹൈ ഉണ്ടല്ലോ, ഹൈ ബ്രേക്ക് ചെയ്തപ്പം നിഫ്റ്റിയുടെ മൂവ്മെന്റ് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇതായിരുന്നല്ലോ നമ്മുടെ ലാസ്റ്റ് ഡേ ഹൈ, ഓർമ്മയുണ്ടല്ലോ? അത് സിങ് ഹൈ ഇതായിരുന്നു. ആക്ച്വലി നിഫ്റ്റി ഇവിടുന്ന് താഴോട്ട് വന്നിട്ട് നിഫ്റ്റി ഇവിടെയാണ് ഇവിടെ ഈ ഒരു ഹൈ ഉണ്ടാക്കിയിട്ട് ഇവിടെയാണ് ക്ലോസ് ചെയ്തത്. ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെയാണ് ഓപ്പൺ ആയത്, ഏകദേശം ചെറിയൊരു ഗ്യാപ്പ് അപ്പില് 40 പോയിന്റ്. അത് കഴിഞ്ഞിട്ട് നിഫ്റ്റി ഇത് ബ്രേക്ക് ചെയ്തപ്പം ഞാൻ ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഏകദേശം ഈ ഒരു ഏരിയയിൽ ഇറങ്ങി. നമുക്ക് ഒരിക്കലും ഫുള്ളി ക്യാപ്ചർ ചെയ്യാൻ കഴിയില്ലല്ലോ. ഞാൻ ഈ ഒരു ഏരിയയിൽ ഇറങ്ങി ഏകദേശം ഒരു 40-50 പോയിന്റ്സ് എടുത്തിട്ട്. പക്ഷെ നിഫ്റ്റി ഒരു 1.2%ഓളം അല്ല, 1.20% നിഫ്റ്റി ഇന്നലെ മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നാളത്തെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കാം. നാളെ നിഫ്റ്റിയുടെ മൂവ്മെന്റ്, നാളെ നമുക്ക് ഇതിന് വേണ്ട, ഓക്കെ, ഓൾറെഡി ഇത് കഴിഞ്ഞു. ഈ രണ്ട് സാധനം ജസ്റ്റ് എന്റെ ഒരു ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നാളെ നിഫ്റ്റിയുടെ മൂവ്മെന്റ്, നാളെ നിഫ്റ്റിക്ക് നമുക്ക് ഇവിടെ ഒരു സോൺ വരച്ചു വെക്കാം. ഈ ഒരു സോൺ ഇവിടെ വരച്ചു വെച്ചിട്ട് നമുക്ക് ഈ ഒരു സോൺ ഇവിടെ ആദ്യം പ്ലേസ് ചെയ്യാം. അപ്പൊ ഈ സോണിന്റെ മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിലാണ് നമുക്ക് നാളെ ഒരു മൂവ്മെന്റ് ഉള്ളത്. അപ്പൊ ഈ ഒരു ഏരിയയിൽ ഒരു നോ ട്രേഡിംഗ് സോൺ ആയിട്ടൊക്കെ നമുക്ക് എടുക്കാം. പക്ഷെ മാർക്കറ്റ് കണ്ടീഷൻ വളരെ എന്താ പറയാ, ഇവിടെ ട്രെൻഡ് ലൈൻ വരച്ചു നോക്കാം നമുക്ക്. വളരെ റോങ് ആണ്. മീൻസ് എന്താണ് നടക്കുന്നത് അറിയില്ല. നമ്മുടെ രാജ്യത്തിന്റെ കണ്ടീഷൻ നമുക്ക് അറിയാലോ. ഫണ്ടമെന്റൽ, അതായത് ഒരു ഇവന്റ്, ഒരു വാർ ചിലപ്പം ഉണ്ടാകും. ഇന്നും ഇപ്പൊ ന്യൂസ് ഞാൻ കണ്ടപ്പം നമ്മുടെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പിന്നെയും ഒരു ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നാളെ ഇതിന്റെ മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രം എടുക്കുക. അതുമല്ല, വേണമെങ്കിൽ ഒരു അൺസർട്ടനിറ്റി, ഒരു പ്രോബ്ലം, മീൻസ് സംതിങ് റോങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കാം മാർക്കറ്റിൽ നിന്ന് 1-2 ദിവസത്തേക്ക്, അല്ലെങ്കിൽ ട്രെൻഡ് എടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ ഞാനും നാളെ മാർക്കറ്റിന്റെ ഒരു അവസ്ഥ നോക്കിയിട്ട് ട്രേഡ് ചെയ്യുള്ളൂ. കാരണം എനിക്ക് അത്ര സേഫ് ആയിട്ട് തോന്നുന്നില്ല മാർക്കറ്റ്. ഇന്ന് ICICI, HDFC, റിലയൻസ്, ഈ 3 കമ്പനീസ് ആണ് നിഫ്റ്റിക്ക് ഈ ഒരു മൂവ്മെന്റ് തരാനുള്ള കാരണം, അല്ലെ? അത് കഴിഞ്ഞിട്ടാണ് നിഫ്റ്റി മൂവ്മെന്റ് തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് നിഫ്റ്റിയുടെ ജസ്റ്റ് ഇതിന്റെ മോളോട്ടുള്ള നമ്മുടെ ലെവൽസ് ഒക്കെ ജസ്റ്റ് നോക്കി വെക്കാം. നിഫ്റ്റി അപ്പം നാളെ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു 24,3031 ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി നമുക്ക് നാളെ ഇതിന്റെ മുകളിലുള്ള ഒരു 24,400 ഒരു 100 പോയിന്റ്സിന് മൂവ്മെന്റ് ആദ്യം ക്യാപ്ചർ ചെയ്യാം. 24,400 ഈ ഒരു മൂവ്മെന്റ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. കുറച്ചുകൂടി മുകളിലൊക്കെ 24 അത്ര വേണ്ട, 24,400 ഈ ഒരു ഏരിയയിൽ മതി. കാരണം 450 ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് ഒരു 100 പോയിന്റ്സ് സേഫ് ആയിട്ട് എടുത്തിട്ട് മാറി നിൽക്കുക. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റിയുടെ മുകളിലുള്ള മൂവ്മെന്റ്സ് കാണാൻ കഴിയും. അപ്പം നിഫ്റ്റിന്റെ മൂവ്മെന്റ്സ് പക്ഷെ വളരെ സേഫ് ആയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം മാർക്കറ്റ് ഒരു ഇവന്റ് ആണ്. മാർക്കറ്റ് ഏത് നിമിഷം എന്തെങ്കിലും ന്യൂസ്, കാരണം നമുക്ക് ന്യൂസ് കിട്ടുന്നതിന്റെ മുന്നേ മാർക്കറ്റ് ന്യൂസ് കിട്ടും. ഓക്കെ, നമ്മൾ ട്രേഡ് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടായിരിക്കും പെട്ടെന്ന് മാർക്കറ്റ് ഒരു മൂവ്മെന്റ്, ഡൗൺ സൈഡ് മൂവ്മെന്റ് ഒക്കെ തരിക. അപ്പം ഈ ഒരു ഇത് എപ്പോഴും കയ്യിൽ വേണം. ഓക്കെ, അപ്പോൾ 50 മിനിറ്റ്സോ ഒരു 30 മിനിറ്റ്സോ വെയിറ്റ് ചെയ്തിട്ട് ഒരു എൻട്രി കൊടുക്കുക. അതായിരിക്കും സേഫ് ആയിട്ടുള്ള എൻട്രി. കാരണം ഇന്നലെ ഇവിടുന്ന് എൻട്രി കിട്ടാത്തവർക്കുണ്ടോ, ഇവിടെ ഈ കൺസോൾട്ടേറ്റ് ചെയ്ത സമയത്ത് ഇവിടുന്ന് എൻട്രി എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. അറിയാലോ, ഒരു ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് ഒരുപാട് നേരം ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു എൻട്രി, ഇവിടുന്ന് എൻട്രി കൊടുത്താൽ പോലും നമുക്ക് ഈ ഒരു മൂവ്മെന്റ് ഇന്നലെ ക്യാപ്ചർ ചെയ്യായിരുന്നു, അല്ല, ഈ ഒരു മൂവ്മെന്റ്. അപ്പം അതൊക്കെ നോക്കിയിട്ട് ചാടി കയറാതിരിക്കുക, മാർക്കറ്റിൽ നോക്കി ട്രേഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് ജസ്റ്റ് ബാങ്ക് നിഫ്റ്റി കൂടെ നോക്കാം. ബാങ്ക് നിഫ്റ്റിയും ഈ ഒരു ഹൈ, അതായത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സോൺ, നമുക്കൊരു സോൺ വരച്ചില്ല ഓൾറെഡി. ഇവിടെ നമ്മൾ ആ ട്രേഡ് എടുത്തിട്ടില്ലായിരുന്നു. കാരണം ഇന്നലെ പ്രീമിയം ഒരുപാട് നല്ല റേറ്റ് കൂടുതലായതുകൊണ്ട് പ്രീമിയത്തിന് നമ്മൾ എൻട്രി കൊടുത്തിട്ടില്ലായിരുന്നു. അല്ല, ഇതില് ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നാളെ ബാങ്ക് നിഫ്റ്റി ഇവിടുന്ന് ഇത് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നാളെ
നോക്ക് എത്ര സെക്ടറുകൾ നാളെ ബുള്ളിഷാണ്, ഇതെല്ലാം നോക്കണം കേട്ടോ. നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ എത്ര സെക്ടറുകൾ നാളെ ബുള്ളിഷാണെന്ന് നോക്കുക. അപ്പൊ ഇത് നാളെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ 55,926 ഈ ഒരു മൂവ്മെന്റ് ചിലപ്പോൾ നാളെ ഒരു 400 മൂവ്മെന്റ് പോയിന്റ്സിന് മൂവ്മെന്റ് മുകളിൽ കാണാൻ കഴിയുമായിരിക്കും. അപ്പൊ ഇത് നോക്കി ട്രേഡ് ചെയ്യുക നിഫ്റ്റി ബാങ്കും. കാരണം ഈ ഒരു 1-2 ദിവസങ്ങളിൽ എപ്പോഴും കുറച്ച് നമ്മൾ എന്താ പറയാ ക്വസ്റ്റനായിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. കാരണം അറിയാലോ, ഒരുപാട് ബാഡ് ന്യൂസസ് വരുന്നുണ്ട് മാർക്കറ്റിൽ, പെട്ടെന്ന് എഫക്ട് ചെയ്യും. നമ്മൾ ഒരു എൻട്രി ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട്, ഇവിടെ നിനക്ക് എൻട്രി ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ചിലപ്പം ഒറ്റ ദിവസം കൊണ്ടൊക്കെ ഫാളായി പോകും. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നമുക്കൊന്നും എക്സിറ്റ് ആവാനുള്ള സമയം പോലും കിട്ടത്തില്ല, അത്ര പെട്ടെന്ന് ഫാളായി പോകും. അപ്പം അത് എന്താ പറയാ നോക്കി ചെയ്യാൻ. ഞാൻ സാധാരണ മിഡ് ക്യാപ്പ് ചെയ്യാറില്ല. മിഡ് ക്യാപ്പ് കണ്ടോ, മിഡ് ക്യാപ്പ് ഒരു റൈസിങ് വെഡ്ജ് പോലെയൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ചാനൽ, റൈസിങ് ചാനൽ പോലെയൊക്കെയാണ് പോകുന്നത്. അതൊന്നും അത്ര എന്താ പറയാ ഒരു സേഫ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊരു എന്താ പറയാ സംതിങ് പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ അത്രേ ഒരു എന്താ പറയാ ഒരു മോളോട്ട് പോകാൻ, ഇത് ഈ ഹൈ ബ്രേക്ക് ചെയ്താൽ ചിലപ്പോൾ നാളെ മോളോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഈ ഒരു പാറ്റേൺ കണ്ടോ, ഈ പാറ്റേൺ ഇസ് നോട്ട് ഗുഡ്. അതുകൊണ്ടാണ് പറയുന്നത്. നാളെ നിങ്ങളും ട്രേഡ് ചെയ്യുമ്പോൾ കുറച്ച് എന്താ പറയുക നോക്കി ചെയ്യുക ട്രേഡെല്ലാം. നല്ലൊരു പ്രോഫിറ്റ് ഡേ ആയെന്ന് ആശംസിക്കുന്നു. നാളെ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.